ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം ബ്രോഷ പ്രകാശനം പ്രൗഢമായി. മായന്നൂർ പാലം സ്നേഹസംഗമം 2025 ബ്രോഷ പ്രകാശനം നടന്നു. മായന്നൂർ കടവ് നിള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി നിള പ്രകൃതി ചികിത്സാ കേന്ദ്രം ഡോക്ടർ ഇ നാരായണന് ബ്രോഷ കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. സംഘടക സമിതി ചെയർമാൻ അമ്പിളി പുഴയോരം, ട്രഷറർ ടി മോഹനൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ടി ഗോകുലൻ, സി എ സുനിൽകുമാർ, ഷീന, വൈസ് പ്രസിഡന്റ് കൊച്ചുകുട്ടൻ, രക്ഷാധികാരി പി ആർ വിശ്വനാഥൻ തുടങ്ങിയവർ ബ്രോഷ പ്രകാശന വേളയിൽ സന്നിഹിതരായിരുന്നു. ഒറ്റപ്പാലം മായന്നൂർ നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന മായന്നൂർ പാലം 2011 ജനുവരി 22-നാണ് യാഥാർത്ഥ്യമായത്. പാലം സാക്ഷാത്കരിച്ചതിന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ പങ്കുവച്ച് സ്നേഹസംഗമം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള ബ്രോഷ പ്രകാശന ചടങ്ങാണ് നടന്നത്. മായന്നൂർ പാലം 2011 ജനുവരി 22-ാം തീയതി അന്നത്തെ ഗവൺമെൻറ് വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുണ്ടായി, ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. മായന്നൂരിൻ്റെ സർവ്വത്മുഖമായ വികാസത്തിന് ഒറ്റപ്പാലം മായന്നൂർ പാലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-50 വർഷക്കാലത്തെ മായന്നൂർ നിവാസികളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ഒറ്റപ്പാലം മായന്നൂർ പാലം. പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൻ്റെ പ്രവർത്തനം നടന്നില്ല. എന്നാൽ 2006 വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഒറ്റപ്പാലം മായന്നൂർ ക്രോസ് വേ എന്നത് മാറ്റി പാലം എന്നതിലേക്ക് കൊണ്ടുവരേണ്ടായി. അതിൻ്റെ ആഗ്രഹ പൂർത്തീകരണ ദിനമാണ് ജനുവരി 22. മായന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ പാലത്തിൻ്റെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വളരെയേറെ സ്മരണീയമായതും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ആദരിക്കാനും അവരെ ഒരു നോക്ക് കാണാനും അതിൻ്റെ ശില്പികളുമായി ഒന്ന് ഒത്തുചേരാനും വേണ്ടി ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൻ്റെ ഈ 14ാമത് കൊല്ലം 2025 ജനുവരി 22-ാം തീയതി 6 മണിക്ക് പാലത്തിന് സമീപമുള്ള നാരായണ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും ഒന്ന് ഒത്തുകൂടുകയാണ്. അതിൻ്റെ പ്രധാന ശില്പികളായിരുന്ന കേരളത്തിൻ്റെ ആരാധനായ മന്ത്രിയായിരുന്ന ഇപ്പോൾ MP ആയ ശ്രീ കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ MLA ആയിരുന്ന ഹംസ, ഇപ്പോഴത്തെ MLA-മാരായ UR പ്രദീപ്, അഡ്വക്കേറ്റ് പ്രേംകുമാർ, അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ പ്രിയ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. മാത്രമല്ല, കൊണ്ടാഴി പഞ്ചായത്തിലെ ആതുര സേവാരംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന, കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് പഠിക്കുകയും ഡോക്ടറാവുകയും ചെയ്ത, പ്രവർത്തിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ മുഴുവൻ അന്ന് ആ ചടങ്ങിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമാ പിന്നണി ഗായികയും നടിയുമൊക്കെയായ പഴയന്നൂർ വസന്തയുടെ ഒരു നാടൻ പാട്ട് ആവിഷ്കരണമുണ്ട്. CCV ന്യൂസ്, കൊണ്ടാഴി.